ഹലോ ഹൈ നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് ബൾബ് കൊണ്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂസ് ആയിട്ടുള്ളൊരു ബൾബ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ബൾബിൻ്റെ മോൾ ഭാഗത്തുള്ള കുറച്ച് ഭാഗം നമ്മൾ അടർത്തി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗത്ത് ബ്ലാക്ക് കളറിൽ ആക്രിലിക് കളർ അടിച്ചു കൊടുക്കണം. ആക്രിലിക് കളർ നമ്മൾ അടിച്ചു കഴിഞ്ഞ ശേഷം ഇതിനെ ഉണക്കാൻ വെക്കണം. ഇനി നമ്മൾ കുറച്ച് കളറുള്ള പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ഓഫ് വൈറ്റ് കളറുള്ള പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നവർക്ക് ഒരു പൂവൻകോഴിയാണ്. അപ്പോൾ പൂവൻകോഴിയുടെ നെക്കും കഴുത്തുമൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. ഇപ്പം പൂവൻകോഴിയുടെ കഴുത്ത് ഭാഗമൊക്കെ നമ്മൾ പെൻസിൽ കൊണ്ട് നന്നായിട്ട് വരച്ച് കൊടുത്തിട്ട് ഏകദേശം കാണുന്ന ഷേപ്പിലൊന്ന് നന്നായിട്ട് വെട്ടിയെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാലേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓൾ ബട്ടൺ തന്നെ എനേബിൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ നമ്മളിപ്പം വെട്ടിയെടുത്തു. 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അവ തമ്മിലൊരു സൈഡ് വഴി ഒന്ന് പശ തേച്ച് ഒട്ടിക്കണം. ഇനി നമുക്കിത് ബൾബിലോട്ടൊന്ന് കയറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ബൾബിലിട്ട് ഇത് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പൂവൻകോഴിയുടെ തലയുടെ ഭാഗത്തുള്ള പൂവാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് റെഡ് കളറിൽ കുറച്ച് പേപ്പർ എടുത്തു. അത് ഏകദേശം ഈ കാണുന്ന ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് പൂവൻകോഴിയുടെ തലയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു റെഡ് കളർ ഭാഗവും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴുത്തിൻ്റെ ഭാഗവും ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ കൊക്കിൻ്റെ ഭാഗമാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്ത് നമ്മൾ കൊക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെയും ബോഡി പോർഷനും ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അങ്കവാലൊന്ന് ഏകദേശം ഈ ഷേപ്പിൽ കുറച്ച് പേപ്പേഴ്സ് വെട്ടിയെടുത്ത് നമുക്ക് ബാക്ക് സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ 1-2 കളറുകൾ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ അങ്കവാല് കട്ട് ചെയ്ത് ബാക്ക് സൈഡിൽ ഒട്ടിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്. നമ്മൾ ഏകദേശം കളറുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കളറുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒഴിഞ്ഞ ബൾബ് കൊണ്ട് നമ്മൾ ചെയ്ത ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ.
അപ്പോൾ അടിയിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡപ്പയിൽ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.